ഇന്നത്തെ സ്പെഷ്യൽ കടച്ചക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഒരു തീയൽ റെസിപ്പിയാണ്. അതിനായി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ചെറിയ പീസസായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ എല്ലാം ഒരുപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നതിനായി മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്താൽ നന്നായിരിക്കും. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പിന്നീട് 2-3 വറ്റൽമുളക് കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വാടിയ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. തേങ്ങ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇത് കുറച്ച് എണ്ണയുള്ള തേങ്ങ ആയതുകൊണ്ട് ഞാനിതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ വറുത്തെടുക്കുകയാണ്. ഓയിൽ ഒട്ടുമില്ലാത്ത തേങ്ങയാണെങ്കിൽ ഒരല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഈ ചൂടിൽ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചൂടിൽ തന്നെ അതുകൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചേർത്ത് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ പേസ്റ്റായി അരച്ചെടുക്കുന്നുണ്ട്. ഈ തയ്യാറാക്കി അരപ്പൊന്ന് മാറ്റി വെച്ച ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കടച്ചക്കയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷമാണ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലുള്ളത് കടച്ചക്കയും അതുപോലെ തന്നെ സവാള ഒന്ന് വഴറ്റിയതും പച്ചമുളകും കൂടെയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടച്ചക്ക ഒരു 1/4 ഭാഗം വേവായ ശേഷമാണ് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലെ ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഒന്ന് തിള വന്ന ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ ഇതിൽ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചക്ക കൊണ്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് പുളിയൊന്നും അത്ര യോജിക്കില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നതായിരിക്കും ഇത് കൂടുതൽ രുചികരമായിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടെ കുറുകിയ ഒരു ഫോമിലായിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കടുക് കൂടെ താളിച്ച് ചേർക്കാം. ഞാനിവിടെ കടുക് താളിച്ച് ഇനി ചേർക്കുന്നില്ല. ആദ്യം ഈ സവാള വഴറ്റുന്നതിന് തൊട്ട് മുന്നേയായി ഞാൻ കടുക് കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയുമായാൽ നമ്മുടെ കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.